ഫിറ്റ്നസ് എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് എത്ര കലോറി ആവശ്യമാണ്, അതുപോലെ തന്നെ ഓഫീസ് ജോലിയോടൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഫിറ്റ്നസ്, അതായത് ഹെൽത്ത്, ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ വേറെ വർക്കൗട്ടുകൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ളവർക്ക് എത്ര കലോറി ഇൻടേക്ക് ആവശ്യമാണ്, ഇതൊന്നും നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയില്ല. കാരണം നമ്മൾ ഫുഡ് കാലത്ത് കഴിക്കുന്നു, ഉച്ചയ്ക്ക് വേറെ സ്നാക്സ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, വീണ്ടും സ്നാക്സ് കഴിക്കുന്നു, ചായ കുടിക്കുന്നു, പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ചിലപ്പോൾ ചായ കുടിക്കുന്നു, വീണ്ടും കുറേ ഫ്രൈ ഐറ്റംസ് കഴിക്കുന്നു, ലേറ്റ് നൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നു. അപ്പം ഒരു ദിവസം എത്ര കലോറിയാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. കൂടുതലും ചിലപ്പോൾ അയാൾക്ക് ആവശ്യമുള്ള കലോറി ഇൻടേക്ക് എന്ന് പറയുന്നത് മേ ബി ഒരു 1800 to 2000 കലോറി ആയിരിക്കും. പക്ഷേ അയാൾ കഴിക്കുന്നത് ഫുഡിൻ്റെ ലഭിക്കുന്ന കലോറി മേ ബി 2000-3000 ഒക്കെ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് ആവശ്യമുള്ള കലോറി ഒരു 1800 ആയിരിക്കും. ബാക്കി ഒരു 1200 കലോറി എക്സസ് ആണ്. ഈ എക്സസ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ആവുകയും നമുക്ക് ഒബിസിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. 2000 കലോറി ആവശ്യമുള്ള ഒരാൾ, ഡെയിലി ആവശ്യമുള്ള ഒരാൾ, അയാൾക്ക് തടി കുറയ്ക്കണമെങ്കിൽ അയാൾ കഴിക്കേണ്ട ഇൻടേക്ക് 1800 അല്ലെങ്കിൽ 1600 700 ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് തടി കുറയുള്ളൂ. ഓവർ കലോറി ഇൻടേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ബാലൻസ് വരുന്ന കലോറീസ് അത് എക്സസ് വരികയും അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി കൺവേർട്ട് ആവുകയും ചെയ്യും. സോ ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ലഭിച്ചത്, ഫുൾ ജിമ്മിൽ പോകുന്ന സമയത്ത് എല്ലാ ജിമ്മിലെ ഇൻസ്ട്രക്ടേഴ്സും കൂടുതലായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള വളരെ സാധ്യത കുറവാണ്. സോ ജിതേന്ദ്ര ചൗസ്കി എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് അല്ലെങ്കിൽ ഒരു പാഷൻ പ്രൊണർഷിപ്പ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ലോസ് ഫാറ്റ് ഗെറ്റ് ഫിറ്റർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. ഇതൊരു കിൻഡലിൽ ഈ ബുക്കായിട്ട് അവൈലബിൾ ആണ്. പേപ്പർ ബാക്ക് ഉണ്ട്, എൻ്റെ കയ്യിലുള്ള പേപ്പർ ബാക്കാണ്. ഈ പുസ്തകം ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ഫാറ്റ് സ്റ്റോർ ആവുന്നത്, എങ്ങനെ നമുക്ക് ഫാറ്റ് ടു ഫിറ്റിലേക്ക് മാറാം, എത്ര കലോറീസ് ആവശ്യമുണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എനിക്ക് കറക്റ്റായി കിട്ടിയതിൽ നിന്നാണ്. വെറുതെ ഫിറ്റ്നസ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടത്. നമുക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ളൊരു അവയർനെസ്, ഒരു അവബോധം, നമുക്ക് ഒരു പ്രത്യേക നോളജ്, ഹെൽത്തിനെ കുറിച്ചൊരു കറക്റ്റ് നോളജ് നമുക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. പുസ്തകം വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. പല ആളുകളും പറയും ഇങ്ങനെ കലോറി കൗണ്ട് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന്. നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ബേസ്. ഹെൽത്താണ് ബേസ് എല്ലാത്തിനും. ഹെൽത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാവുള്ളൂ, നമുക്ക് നല്ല ജോലി ഉണ്ടാവുള്ളൂ, നമുക്ക് നല്ല വെൽത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തും ചെയ്യണമെങ്കിൽ നല്ലൊരു ഹെൽത്ത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഹെൽത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയങ്ങൾ മാറ്റി വയ്ക്കണം. മിനിമം ഒരു 40 മിനിറ്റ്, ഒരു 1 hour എങ്കിലും, അതിലൊരു 15 minutes നിങ്ങൾ വാക്ക് ചെയ്യാം. ബാക്കി സമയം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരു 30-35 എബോവ് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മസിൽസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കുറയും. നമുക്ക് മുട്ടുവേദന, കാലുവേദന ഒക്കെ വരും. ഇതൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മൾ നമ്മൾ നടത്തം, ഓട്ടം മാത്രം പോരാ, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഗ് മസിൽസിനും കൂടിയുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ലെഗ് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ജിമ്മിൽ പോയാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മസിൽസാണ് ലെഗ്. അത് വലിയ മസിൽസാണ്, അതുകൊണ്ടാണ് കൂടുതൽ പെയിൻ ഉണ്ടാവുന്നത്. നമുക്ക് മറ്റുള്ള മസിൽസിനേക്കാൾ കൂടുതൽ ഈ മസിൽസിന് പെയിൻ വരും നമ്മൾ ആഫ്റ്റർ വർക്കൗട്ട്. പക്ഷെ നമ്മളതൊരിക്കലും ആഴ്ചയിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മറ്റുള്ള മസിൽസ് ചെയ്യുന്നതേ ഇമ്പോർട്ടൻസ് ഈ മസിൽസിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന് ഓരോ ഏജ് കഴിയുന്തോറും നമ്മുടെ ലെഗിൻ്റെ സ്ട്രെങ്ത് കുറയുകയും നമുക്ക് നടക്കാനോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇരിക്കാൻ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ മസിൽസിന് സ്ട്രെങ്തനിങ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ നമ്മളെന്തായാലും
എല്ലാ മസിൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ലെഗിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി പല പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് പൗഡേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് പ്രോട്ടീൻ, പല ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമുണ്ടോ, ജിമ്മിന് പോയാൽ പ്രോട്ടീൻ പൗഡേഴ്സ് മാൻഡേറ്ററി ആണോ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, പല ബാക്കിയുള്ള മിനറൽസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചുമുള്ള ഒരു അവയർനെസ് ഈ പുസ്തകത്തിലുണ്ട്. പുസ്തകം ഒരു ജിമ്മിന് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാൾ, സ്റ്റാർട്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിരിക്കും. ഈ പുസ്തകം വായിച്ചതിന് ശേഷം നിങ്ങൾ ജിമ്മിലേക്ക് പോകുക. അത് നിങ്ങളുടെ വളരെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ജിമ്മിനെ കുറിച്ചായാലും ഫിറ്റ്നസിനെ കുറിച്ചായാലും ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ചായാലും വാട്ട് ഈസ് പ്രോട്ടീൻ ഇൻടേക്ക്, വാട്ട് കലോറി ഇൻടേക്കിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കറിയില്ല നമ്മളുടെ ഒരു ജിമ്മിൽ പോലുള്ള ഫിറ്റ് ട്രെയിനേഴ്സ് എല്ലാം ക്വാളിഫൈഡ് ആണോ എന്നറിയില്ല. സോ അവർ പറയുന്നത് മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ജിതേന്ദ്ര ചൗസ്കിയുടെ ഫിറ്റർ ആപ്പ്, അത് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറീസ് അതിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസം എത്ര കലോറീസ് നിങ്ങൾ കലോറിക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ഏജ്, ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കലോറിയും ഡെയിലി ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലോറി ഡെഫിസിറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ എം ഹെഡിങ് ടു ദ ജിം.